2026 ആവാറായി. അടുത്ത വർഷം ഞാൻ പൊളിക്കും. ഇനി തൊട്ട് ഞാൻ പുതിയ ഹാബിറ്റ്സ് എല്ലാം ഉണ്ടാക്കും. ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എല്ലാ വർഷവും ഇതേപോലെ പ്ലാൻ ചെയ്യുകയും എന്നാൽ അതൊന്നും നടക്കാത്ത ആളുകളാണോ നിങ്ങൾ? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കണ്ടോളൂ. 2026 ആകുമ്പോൾ അന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 2026 എത്തുമ്പോഴേക്ക് തന്നെ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറിക്കഴിഞ്ഞിരിക്കണം. ഇവിടെ പറയുന്ന ഈ 6 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ചകളിലേക്ക് എത്താൻ സാധിക്കും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കൂ. നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സറൗണ്ടിങ് ക്ലീൻ ചെയ്യുക. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ ബെഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ക്ലീൻ ആക്കി വെക്കുക. ആ മെസ്സി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം. അതിനുശേഷം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണൊന്ന് ക്ലീൻ ചെയ്യണം. ഡിജിറ്റൽ ആൻഡ് മെൻ്റൽ ക്ലീനപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫോണിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് അക്കൗണ്ട്സും യൂസ്ലെസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കുക. സോഷ്യൽ മീഡിയ ടൈം കുറയ്ക്കുക. നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സറൗണ്ടിങ് ആയ റൂംസിലെല്ലാം നിങ്ങൾ ക്ലീൻ ചെയ്ത് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ചേഞ്ചിങ് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈഫ് ഡയറക്ഷൻ. നിങ്ങളൊരു ബുക്കോ ഒരു ഡയറിയോ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ 2026 വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആ 2026 സക്സസ് ആവേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ എന്താകണം, എങ്ങനെ ആയിരിക്കണം എൻ്റെ ലൈഫ്, ഏത് സ്കില്ല് പഠിക്കണം, എത്ര വരുമാനം വേണം, ഇങ്ങനെ ക്ലാരിറ്റിയോട് കൂടി എല്ലാം നിങ്ങൾക്ക് വേണ്ടത് എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങൾ ക്ലിയറായി തന്നെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. കറക്റ്റായി ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രയത്നിക്കുക. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോർണിംഗ് റീസെറ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ എണീക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. വേക്കപ്പ് ഏർലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കുറച്ച് മണിക്കൂർ നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതിലൊരു 5 മിനിറ്റ് നിങ്ങൾ പ്രയറോ മെഡിറ്റേഷനോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ. അതിനുശേഷം നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ഒരു പ്ലാനിങ് തയ്യാറാക്കണം. ഈ ടു ഡു ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും ആ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. മാക്സിമം പ്രൊഡക്റ്റീവായി ഇരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈമും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഏതൊക്കെ സമയത്താണ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നും കറക്റ്റായി ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്ത് ആക്ടിവേഷൻ ആണ്. ഇഫ് യുവർ ബോഡി ഈസ് വീക്ക് യുവർ മൈൻഡ് വിൽ ആൾവേസ് സ്റ്റേ ടയേർഡ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക. എക്സസൈസ് ചെയ്തു തുടങ്ങുക. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള മീല് ഫോളോ ചെയ്യാൻ ശ്രമിക്കൂ. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ 30 ദിവസത്തിൽ ഏതെങ്കിലും ഒരു സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക. ബിൽഡ് വൺ സ്ട്രോങ് ഹാബിറ്റ്. നിങ്ങളുടെ പർപ്പസിനായിട്ടുള്ള ഏത് സ്കില്ലാണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഓരോ പ്ലാൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ AI ടൂൾസ് പഠിക്കാൻ, അല്ലെങ്കിൽ ഡ്രൈവിംഗ്, ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ ഏത് സ്കില്ലാണോ ഒരു സ്കില്ല് സെലക്ട് ചെയ്ത് ഈ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യൂ. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചേഞ്ച് തന്നെ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിന്. അവസാനമായി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻസ് അപ്ഗ്രേഡ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. എന്നാലും ചില കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നന്നായി ഒന്ന് ഡ്രസ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എവിടെയും പോകാൻ പറ്റുന്ന രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ കൈ കാലുകളെല്ലാം നിങ്ങൾ ക്ലീൻ ആക്കി വെക്കുക. എപ്പോഴും ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ആക്ട് പവർ എന്നുള്ള മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു മിററിൻ്റെ മുന്നിലിരുന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ആക്ട് ചെയ്ത് സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് അത് നിങ്ങളായി കഴിഞ്ഞ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക.
ഇങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി വരുന്ന 30 ദിവസങ്ങൾ വളരെ നിർണായകമായ ദിവസങ്ങളാണ്. ഒരിക്കലും പുതിയ വർഷം തുടങ്ങിയിട്ട് മാറാമെന്ന് ചിന്തിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ചില ഹാബിറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഹാബിറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ഒരു സക്സസ്സിലേക്ക് തന്നെ എത്താൻ സാധിക്കും. അപ്പോൾ ഡിലേ മൈൻഡ് സെറ്റ് ആവാതെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.